സോ റീജിയണൽ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ്, റീജിയണൽ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് കമല ഹെമിങ്ങിൻ്റെ ഗിനി ദ പാരറ്റ് ആണ്. അപ്പോൾ കമല ഹെമിങ് എന്ന് പറയുന്നത് ഒരു കണ്ടംപററി കന്നഡ പോയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് വളരെ ഫെമിനിസ്റ്റിക് അണ്ടർടോണൊക്കെ വെച്ച് എഴുതുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ അതിനകത്ത് സ്ത്രീകളുടെ ഇന്നർ ലൈഫിനെ കുറിച്ചും പിന്നെന്താണ് ഫെമിനിസ്റ്റ് സ്പേസിനെ കുറിച്ചും സൈലൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഓപ്പറേഷനെ കുറിച്ചും ഒക്കെയാണ് ഇവർ എഴുതുന്നത്. വളരെ ലൗഡായിട്ടുള്ള രീതിയിലല്ല ഇവർ എഴുതുന്നത്. കുറച്ച് എന്താ പറയുക, സൈലൻ്റായി വളരെ സിമ്പിളായിട്ടും വളരെ സറ്റിലായിട്ടും ഒക്കെയാണ് ഇവർ എഴുതുന്നത്. പക്ഷേ അതിലൂടെ അവർ വളരെ വലിയ സത്യങ്ങളാണ്, ഡീപ്പർ ട്രൂത്താണ് അവർ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ഗിനി ദ പാരറ്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള പക്ഷേ പവർഫുൾ ആയിട്ടുള്ളൊരു സിംബോളിക് പോമാണ്. ഒരു കേജ്ഡ് പാരറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഫ്രീ ആകുന്നു, അത് ടെക്നിക്കലി ഫ്രീ ആണ്. അതായത് ഫ്രീഡം ഉണ്ട്, പക്ഷെ അതിനെ എക്സസൈസ് ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ ഈ ഒരു പോയത്തിൻ്റെ സമ്മറി എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുരുക്കി പറയാൻ പറ്റുന്നത്. അതായത് ഇവിടെ പാരറ്റ് എന്നുള്ളത് ഒരു മെറ്റഫറാണ് സ്ത്രീകൾ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ. അപ്പോൾ ആ ഒരു കേജ്ഡ് പാരറ്റ് എന്ന് പറയുന്നത് പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകൾ എങ്ങനെയാണ് ഇപ്പോഴും സപ്രസ്ഡ് ആയിട്ടും ഒപ്രസ്ഡ് ആയിട്ടും നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പാരറ്റ് ഒരു മെറ്റഫറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോയേക്കുന്ന ഒരു പോവമാണ്. അപ്പോൾ സ്പീക്കർ, അതായത് പാരറ്റാണ് ഇവിടുത്തെ സ്പീക്കർ. ഗിനി എന്നാണ് പാരറ്റിൻ്റെ പേര്. അപ്പോൾ സ്പീക്കർ അല്ലെങ്കിൽ അഥവാ ദ പാരറ്റ് പറയുവാണ്, ഡോർ ഓപ്പൺ ആണ്, വേണമെന്നുണ്ടെങ്കിൽ പാരറ്റിന് ഫ്ലൈ ചെയ്യാം. അതിനെ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല, അതിൻ്റെ വിങ്സ് ആരും ക്ലിപ്പ് ചെയ്തിട്ടില്ല. അതിന് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ പാരറ്റ് കൂട്ടിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അതിനെ തന്നെ സ്വയം ഇങ്ങനെ ബ്ലെയിം ചെയ്യുവാണ്. വളരെ സൈലൻ്റായിട്ട് അതിങ്ങനെ ഇരിക്കുവാണ്, പക്ഷേ അതിന് സംസാരിക്കാനുള്ള കഴിവുമുണ്ട്. അതായത് ബോണ്ടേജിലാണ് ആ പാരറ്റ്, പക്ഷേ അത് എക്സ്റ്റേണൽ ബോണ്ടേജ് അല്ല. അതിനെ ആരും ക്ലിപ്പിട്ട് വെക്കുകയോ ചെയിനിട്ട് വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ബോണ്ടേജിലാണ് എന്തെന്ന് പറയുന്നത് ഈ പാരറ്റ് ഇരിക്കുന്നത്. ആ ഒരു ഐറണിയാണ്. അതായത് അതിനെ ആരും കൂട്ടിലിട്ട് അടച്ച് വളർത്തുന്നില്ല, പക്ഷേ അതൊട്ട് വെളിയിലോട്ട് പോകുന്നതുമില്ല. അങ്ങനെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടൊരു സിറ്റുവേഷനിലാണ് ഈ പാരറ്റ് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള സ്ത്രീകൾ. ഈ പാരറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വിമൺ ഇൻ പേട്രിയാർക്കൽ സൊസൈറ്റി. ഓക്കെ, നമുക്ക് സ്റ്റാൻസ വൈസ് അനാലിസിസ് നോക്കാം. അപ്പോൾ പാരറ്റ് അക്നോളജ് ചെയ്യുവാണ് കേജിൻ്റെ ഡോർ ഓപ്പൺ ആണ് എന്ന് വെച്ചാൽ അതിന് ഫിസിക്കൽ ഫ്രീഡം ഉണ്ട്, എസ്കേപ്പ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് എന്താണ്? ആ ക്ലിയർ ആയിട്ടുള്ള ഫ്രീഡത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഡോർ ഓപ്പൺ ആണ്, എനിക്ക് ഫ്രീ ആയിട്ട് പറക്കാം, പക്ഷേ ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ളത് പാരറ്റ് തന്നെ വറീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീഡം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല. സ്റ്റാൻസ 2 പറയുകയാണ് ഓണറിനെ കുറിച്ച്. എൻ്റെ ഓണർ ക്രൂവലല്ല, ഒപ്രസീവ് അല്ല, എന്നെ ആരും ഫിസിക്കലി റീസ്ട്രെയിൻ ചെയ്തിട്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വിസിബിളായിട്ട് എന്നെ നോക്കുമ്പോൾ, വെളിയിൽ നിന്നുള്ള ഒരാൾ നോക്കുമ്പോൾ എന്നെ ആരും ഒപ്രസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ കൺട്രോൾ എന്ന് പറയുമ്പം വയലൻസ് തന്നെ ആവണമെന്നില്ല. അതിനെ സൈക്കോളജിക്കലായിട്ടുള്ള മൈൻഡിൻ്റെ കണ്ടീഷനിങ്ങും ആയാൽ മതി, അല്ലേ? ഫോഴ്സ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രോങ് ആ ഒരു പിന്നെ ഇതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കണ്ടീഷനിങ് വരുന്ന മൈൻഡിൻ്റെ കണ്ടീഷനിങ് ആണ്. നമുക്ക് മാനസികമായിട്ട് നമുക്കൊരാളെ തളർത്താം, ശാരീരികമായിട്ട് നമുക്ക് തളർത്തിയിടാം. അപ്പോൾ ഇവിടെ പാരറ്റിന് ശാരീരികമായ ഒരു തളർച്ചയും ഇല്ല, അതൊരു റെസ്ട്രിക്ഷനിലും അല്ല. മാനസികമായിട്ട് അതെന്തോ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള എന്തോ ഒരു കണ്ടീഷനിൽ ഇരിക്കുവാണ്, അതിന് പുറത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. സ്റ്റാൻസ 3 അത് പറയുന്നത് അത് കംപ്ലൈൻ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം അതിന് കാഷ്യൂ നട്ട്സും ഗുവാവയും അതായത് പേരക്കയും ഒക്കെ കൊടുക്കുന്നുണ്ട്. വെൽ ഫെഡാണ്, കംഫർട്ടബിളാണ്. സോ അതുകൊണ്ട് അത് ഈ ഒരു കണ്ടീഷനിൽ അതിന് പ്രൊട്ടസ്റ്റ് ചെയ്യാനും വയ്യ, എതിർക്കാനും വയ്യ. അപ്പോൾ ഇവിടെ എന്താണ്, കംഫർട്ട് വെച്ചിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫുഡും നല്ലപോലെ ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത് കെയറും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം, ആ ഒരു കംഫർട്ട് ലെവൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇതെന്ത് ചെയ്യുന്നത്, വെളിയിലോട്ട് പറഞ്ഞ് ഇറങ്ങി പോവാത്തത്. അതായത് സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലിമിറ്റഡ് ലൈഫ് ഞാൻ ഈ കൂട്ടിൽ തന്നെ അങ്ങ് ജീവിച്ച് തീർക്കുവാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ പാരറ്റിന്. അതിനെ നമ്മൾ വിളിക്കുന്നത് കോംപ്ലസൻസി എന്നാണ്. അതിൻ്റെ ഡേഞ്ചറിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. കോംപ്ലസൻസിയുടെ ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതമായിരിക്കും. അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത്, കാരണം എന്താ, അത് കംഫർട്ടബിളാണ്, അതുകൊണ്ട് അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. സ്റ്റാൻസ 4 സെൽഫ് ബ്ലെയിം ചെയ്യുവാണ്, സ്വയം കുറ്റപ്പെടുത്തുവാണ്. എൻ്റെ ഫോൾട്ടാണ് പാരറ്റ് ബ്ലെയിം ചെയ്യുന്നത്. അതായത് എന്താണ്, എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ തെറ്റല്ലേ എന്ന് സ്വയം ബ്ലെയിം ചെയ്യുവാണ് പാരറ്റ്. കാരണം എന്താ,
കാരണം എനിക്കെല്ലാം നല്ലോണം കെയർ കിട്ടുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് വെളിയിൽ പോകണം, ഫ്രീഡം വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒരു അപരാധമല്ലേ എന്നുള്ളൊരു സെൽഫ് ബ്ലെയിമാണ് ഇവിടെ ആര് ചെയ്യുന്നത്? പാരറ്റ് സ്വയം ചെയ്യുന്നത്. എന്നുവെച്ചാൽ ബ്ലെയിമിംഗ് ആണ്. നമ്മൾ ഈ സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, പക്ഷേ നമുക്കൊരു കുറവുമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഈ സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അപ്പോൾ അത് നമ്മുടെ കുഴപ്പമല്ലേ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പാരറ്റിന്. പാരറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇക്വേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ആ പാരറ്റിൻ്റെ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ഇൻറ്റേർണലൈസ്ഡ് ആയിട്ടുള്ള ഗിൽറ്റിനെ കുറിച്ചാണ്, കുറ്റബോധത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഡിസയർ ഉണ്ടാവുക, ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണല്ലോ എന്നാണ് ചിന്തിക്കുന്നത് ഇവിടെ പാരറ്റ്. സ്റ്റാൻസ 5 അല്ലെങ്കിൽ ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് സൈലൻസിനെ കുറിച്ചും സപ്രഷനെ കുറിച്ചുമാണ്. പാരറ്റ് പറയുവാണ് അതിന് പറക്കാൻ പറ്റും അല്ലെങ്കിൽ അതിന് സംസാരിക്കാൻ പറ്റും, പക്ഷേ അത് സൈലൻസ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു ട്രാജിക് മൊമെൻ്റ് എന്ന് പറയുന്നത്. അതായത് സെൽഫ് സെൻസർഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരാൾക്ക് സംസാരിക്കാൻ പറ്റും, ഒരാൾക്ക് റിവോൾട്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരാൾ സൈലൻ്റ് ആയിട്ടിരിക്കാനാണ് ഡിസൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? അയാളുടെ കുറ്റമാണ്. അതുതന്നെയാണ് നമ്മുടെ പാരറ്റും പറയുന്നത്, ദിസ് ഇസ് മൈ ഫോൾട്ട്. അപ്പോൾ ഒരു സെൽഫ് സെൻസർഷിപ്പിലാണ് ഈ പാരറ്റ് അല്ലെങ്കിൽ സ്ത്രീകൾ ജീവിക്കുന്നത് പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ. എന്നുവെച്ചാൽ ഈ സൈലൻസ് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു ഹാബിറ്റായി ഇവർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാരറ്റ് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി അല്ല കേജ്ഡ്. പിന്നെ എങ്ങനെയാണ് കേജ്ഡ് ആയിട്ടിരിക്കുന്നത്? മെൻ്റലി ആണ് കേജ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീമായിട്ട് വരുന്നത് ഫ്രീഡം. പാരറ്റ് അപ്പിയേഴ്സ് ഫ്രീ ആണ്, പക്ഷേ ട്രൂലി ഇൻഡിപെൻഡൻ്റ് അല്ല. എന്നുവെച്ചാൽ എന്താണ് റിയൽ ഫ്രീഡം എന്നുള്ള ഒരു ചോദ്യമാണ് ഈ പോയത്തിലൂടെ നമ്മുടെ റൈറ്റർ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അടുത്ത പാരറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റിവിറ്റിയുടെ മൈൻഡിലങ്ങ് ഇൻറ്റേർണലൈസ് ചെയ്തിരിക്കുകയാണ്. സോ അതിനെന്തെങ്കിലും ചെറിയ ആഗ്രഹങ്ങളോ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് സ്വയം അതിൻ്റെ ഫോൾട്ടാണെന്നങ്ങ് വിചാരിക്കുവാണ്. അതുപോലെ തന്നെ അതിന് സ്പീക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, പക്ഷേ അതിനെ സപ്രസ് ചെയ്തിട്ടേക്കുവാണ്. ഇതുപോലെ തന്നെയാണ് പല സ്ത്രീകളും. മെറ്റീരിയൽ കംഫർട്ട് അതിന് കൊടുക്കുന്നുണ്ട്, ഫുഡും സേഫ്റ്റിയും ഉണ്ട്, പക്ഷേ ട്രൂ ഫ്രീഡം ഉണ്ടോ? ഇല്ല. അതാണ് ഈ ഒരു സെക്യൂരിറ്റിയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ സ്പീക്കർ ബ്ലെയിം ചെയ്യുവാണ് സ്വയം ഇരുന്ന്, അല്ലേ? സിറ്റുവേഷനെയല്ല ബ്ലെയിം ചെയ്യുന്നത്, സ്പീക്കർ സ്വയം ഇരുന്നങ്ങ് ബ്ലെയിം ചെയ്യുവാണ്. ആ ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനെ വേണം എന്ത് ചെയ്യാൻ? ബ്ലെയിം ചെയ്യാൻ. അപ്പോൾ ഇതൊരു ഫെമിനിസ്റ്റിക് ആയിട്ടുള്ളൊരു പോവമാണ്. പാരറ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ ഒരു ഡൊമസ്റ്റിക് സ്പേസിൽ എങ്ങനെയാണോ നിൽക്കുന്നത്, അതാണ് ഈ പാരറ്റ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവരെങ്ങനെയാണ് സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് സൈക്കോളജിക്കൽ കണ്ടീഷനിങ്ങിൽ ട്രാപ്പായിട്ടിരിക്കുന്നത്. സോ അതാണ് ഇവിടെ ഫെമിനിസ്റ്റിക് അണ്ടർടോൺ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ പാരറ്റ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സപ്രസ്ഡ് വിമൻ ഇൻ എ പേട്രിയാർക്കൽ സൊസൈറ്റി. അപ്പോൾ ഇവിടെ സിമ്പിൾ ലാംഗ്വേജിൽ വളരെ ഡീപ്പായിട്ട് നമ്മുടെ റൈറ്റർ പറഞ്ഞു പോയേക്കുവാണ്. ഇതിനകത്ത് ഐറണി യൂസ് ചെയ്തിട്ടുണ്ട്. ഐറണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രീഡം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൺ ദി ഔട്ട് സൈഡ്, പക്ഷേ ഇൻറ്റേർണലി ആര് ഫ്രീ അല്ല? പാരറ്റ് ഫ്രീ അല്ല, അതായത് സ്ത്രീകൾ ഫ്രീ അല്ല, അതായത് എസ്കേപ്പ് പോസിബിൾ അല്ല. ഒരു മോഡേൺ ഫെമിനിസ്റ്റ് പോവമാണിത്. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് രീതിയിലാണിത് കവിത എഴുതിയിരിക്കുന്നത്. അതായത് കൺട്രോളിൻ്റെ ഇൻവിസിബിൾ ഫോമിനെ കുറിച്ചാണ് ഇതിനകത്ത് ഇവർ സംസാരിക്കുന്നത്. ഫിസിക്കൽ കൺട്രോളിനെ കുറിച്ചല്ല, മെൻ്റൽ ആൻഡ് സോഷ്യൽ കൺട്രോളിനെ കുറിച്ചാണ് ഈ ഒരു പാരറ്റിലൂടെ നമ്മുടെ റൈറ്റർ പറഞ്ഞു പോയേക്കുന്നത്.